ശ്രീ ടി.പി. ജയേന്ദ്രൻ, നോക്കൂ, നെഹ്റുവിന് ശേഷം തുടർച്ചയായി 3 തവണ അധികാരത്തിലെത്തിയ പ്രധാനമന്ത്രിയായി ഇപ്പോൾ നരേന്ദ്രമോദി രാജ്യം ഭരിക്കുകയാണല്ലോ. ഈ ഹിന്ദു മുസ്ലിം ബൈനറിക്ക് അപ്പുറത്ത് ഇത്ര വലിയ ജനസംഖ്യയുള്ള, ലോകത്ത് ഏറ്റവും കൂടിയ ജനസംഖ്യയുള്ള ഈ രാജ്യത്തെ പുതിയ ഒരു ലോകത്തേക്ക് നയിക്കുക എന്നുള്ളതാകണം ആ സർക്കാരിന്റെ ഉത്തരവാദിത്വം എന്നാണ് കൂടുതൽ ജനങ്ങളും വിചാരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഹിന്ദു മുസ്ലിം വിഷയങ്ങൾക്കപ്പുറത്തേക്ക് പോവാൻ പറ്റാത്തതെന്ന ചോദ്യമുണ്ട്. ആംഗല മെർക്കലിന്റെ, ജർമ്മനിയുടെ ചാൻസലറായിരുന്ന ആംഗല മെർക്കലിന്റെ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം. അവിടെ അവർ മോദിയെക്കുറിച്ച് പരാമർശിക്കുന്നതും 2014 ശേഷം ഇന്ത്യയിലെ വർഗീയ സംഘർഷങ്ങളുടെ വർധനവിനെ കുറിച്ചും അതേക്കുറിച്ച് നേരിട്ട് മോദിയോട് സംസാരിച്ചതിനെ കുറിച്ചുമാണ്. അങ്ങനെ ഒരു പോളറൈസിംഗ് ഫിഗറായി ലോകം മുഴുവൻ അറിയപ്പെടാനാണോ നരേന്ദ്രമോദി പരിശ്രമിക്കേണ്ടത്? അതോ ഇപ്പോൾ ഹിന്ദു മുസ്ലിം വൈരത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഇന്ത്യയിൽ, അതൊക്കെ ഇല്ലാതാക്കി ഈ രാജ്യത്തെ കുറെ കൂടി മെച്ചപ്പെട്ട ഒരു ജനാധിപത്യമാക്കി മാറ്റിയ ആൾ എന്നുള്ള നിലയിൽ 3ാം ടൈം അവസാനിക്കുമ്പോൾ, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണം അവസാനിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ ചരിത്രം എഴുതപ്പെടണമെന്ന് എന്തുകൊണ്ടാണ് BJPയും അദ്ദേഹവും ആഗ്രഹിക്കാത്തത്? അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ രാജ്യത്ത് ഇങ്ങനെ പേർത്തും പറയേണ്ടി വരുമോ? അഭിലാഷേ, അർബൻ നക്സലൈറ്റുകളുടെയും കോൺഗ്രസുകളെയും വായ്ത്താരി ഇവിടെ ആവർത്തിക്കുന്ന താങ്കൾ, ഈ ഉപദേശം ഞാൻ എന്തായാലും നരേന്ദ്രമോദിയെ അറിയിക്കാം. അദ്ദേഹത്തെ ഞാൻ മാതൃഭൂമിയുടെ പുതിയ ഒരു ധരിക്കുന്ന താങ്കൾ ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് ഞാൻ അറിയിക്കാം. ഞാൻ അവിടത്തേക്ക് വരുന്നതിന് മുമ്പ് ചരിത്രത്തിൻ്റെ ഞാൻ മറ്റൊരു കാര്യയുടെ അഭിലാഷം മറുപടി പറയാത്തത് വെറുതെയല്ല. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ എന്നെ ആകർഷിച്ചിരുന്ന ഒരു ഭാഷണമാണ് കുറച്ച് മുമ്പ് നമ്മൾ കേട്ടത്. ഫാസിസം, അർബൻ നക്സലേറ്റ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല. ഞാൻ അഭിലാഷിനെ പോലുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വരും. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഫാസിസത്തോടോ ഇന്ത്യൻ ജുഡീഷ്യറിയോടോ ഒന്നുമല്ല ഈ വെറുപ്പ്. ഇന്ത്യ രാജ്യത്തെ കൊള്ള ചെയ്യുന്ന NGOകളെ സ്ഥാപിച്ച് അതുവഴി കീശയിലേക്ക് പണം തട്ടുന്നത് തടസ്സപ്പെടുത്തുമ്പോഴേ ചിലരുടെയൊക്കെ സമനില തെറ്റിപ്പോയിട്ടുണ്ടാകാം. അതുകൊണ്ട് അതൊരു ചർച്ചയിൽ കൊണ്ടുവന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഇപ്പം ഞാൻ അഭിലാഷേ, അരുൺകുമാർ പറഞ്ഞത് എന്തുമാത്രം കളവുകളാണ്. 4 തെറ്റുകളുടെ പട്ടിക അദ്ദേഹം പറഞ്ഞു ബാബറി മസ്ജിദിനെ കുറിച്ച്. മിസ്റ്റർ അരുൺകുമാർ, ഇതിനെക്കുറിച്ച് ചരിത്രപ്രസിദ്ധമായ കോഴിക്കോടിൻ്റെ കടപ്പുറത്ത് നിന്ന് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് അയോധ്യ പ്രശ്നം എങ്ങനെ തീർക്കണമെന്നൊരു പ്രഭാഷണം നടത്തിയിരുന്നു. ഞാൻ ഇന്ന് സംസാരിക്കുന്ന ഈ ഫ്ലോറിലെ മാതൃഭൂമി ദിനപത്രം എനിക്കറിയാം സാർ, നിങ്ങൾക്ക് ചൊറിയും. ഇത് ഞാൻ പറഞ്ഞ ചൊറിയും സാർ, ഞാൻ പറഞ്ഞ ചൊറിയും നിങ്ങൾക്കിത്. ഈ വാർത്ത നിഷേധിച്ചത് മാതൃഭൂമി അല്ല, ഈ വാർത്ത നിഷേധിച്ചത് ദേശാഭിമാനിയാണ്. മാതൃഭൂമിയിൽ വന്ന വാർത്ത ശരിയല്ല എന്നും നിഷേധക്കുറിപ്പിറക്കിയത് ദേശാഭിമാനിയാണ്. അല്ല, അതങ്ങനെ അതിപ്പോ പലപ്പോഴും പലതും പറഞ്ഞിട്ടുണ്ട്. അല്ല അഭിലാഷേ, അരുൺകുമാറും നിങ്ങളും വേണോ? ആരെങ്കിലും ഒരാൾ പോരെ? ഞാൻ പറഞ്ഞു പൂർത്തിയാക്കിയിട്ട് നിങ്ങൾ പറഞ്ഞോ. പിന്നെ അദ്ദേഹം പറഞ്ഞു പത്രക്കാരുടെ അല്ല പത്രത്തിൽ വാർത്ത കൊടുക്കാൻ പോലും കഴിയാത്ത സ്വാതന്ത്ര്യമുള്ളത് ഇറച്ചിക്കടയിലെ എന്തോ ഒന്ന് എന്ന് മോഡി പറഞ്ഞിട്ടുണ്ടോ? കടക്കട പുറത്ത് എന്ന് മാധ്യമപ്രവർത്തകർ നോക്കി പറഞ്ഞിട്ടുണ്ടോ? ഈ കേരളത്തിൻ്റെ ഭൂമികയിൽ നിന്നാണ് നമ്മൾ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, സമാധാന ചർച്ചയെക്കുറിച്ച് ഒരു പൊതുപരിപാടി നടക്കുമ്പോൾ അതിനെ പ്രതിഷേധിക്കാൻ വന്നവനെ ചുവപ്പ് അണ്ടർവയർ ഇട്ടാൽ പോലും പിടിച്ചെടുക്കുന്ന പോലീസ്, അവരാണ് ഇവിടെ വന്ന് കോടതി ഉത്തരവുണ്ടായിട്ടും ഒരു പ്രതിഷേധത്തിന് കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കുക കുറ്റം പറയുന്നത്. ഞാൻ ചുരുക്കി അഭിലാഷ ഇത്രയേ പറയുന്നുള്ളൂ. ഒരു തർക്കമുണ്ടായാൽ പരിശോധിക്കപ്പെടേണ്ടത് കോടതിയാണ്. പിന്നെ നിങ്ങളൊക്കെ പറഞ്ഞ ഒറ്റ ഉത്തരം കൂടി ഞാൻ അവസാനിപ്പിക്കാം. 6 പതിറ്റാണ്ട് ഇന്ത്യ രാജ്യത്തെ നന്നാക്കിയവരല്ലേ ഇപ്പം ഈ എത്തിയിരിക്കുന്നത്? 6 പതിറ്റാണ്ട് അധികാരത്തിലിരുന്ന് ഇന്ത്യയിൽ ജനാധിപത്യവും മതേതരത്വവും ഒക്കെ കൂട്ടിക്കുഴച്ച് ജനങ്ങളെ പഠിപ്പിച്ചവർ ഇന്ന് മൂലയ്ക്ക് ഇറക്കിയിരിക്കുന്നു. ബംഗാളിലും ത്രിപുരയിലും മാത്രമല്ല, പുന്നപ്രയിലും വയലാറിലും കയ്യൂരിലും കാവുമ്പായിലും തെലുങ്കാനയിലും രാജ്യമാസകലം കൊടുങ്കാറ്റിൻ്റെ വേഗതയിൽ ചെങ്കോട്ടയിൽ പാറ്റാൻ പോയവർ ഇന്നൊരു ഓട്ടോറിക്ഷ പാർട്ടി ആയിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ മനസ്സിലേക്കാണ് അഭിലാഷേ നമ്മളൊക്കെ കയറേണ്ടത്. BJPയെക്കുറിച്ച് ഒന്ന് ഞാൻ പറയാം. താങ്കൾ ഈ പറഞ്ഞ വികസനത്തിൻ്റെ സൂചികകളെക്കുറിച്ചല്ലാതെ ഒരുപാട് സൂചികകൾ UN-ൻ്റെ, ലോകബാങ്കിൻ്റെ, ഇന്ത്യൻ നീതി ആയോഗിൻ്റെ ഒക്കെ റിപ്പോർട്ടുണ്ട് അഭിലാഷേ. അതും കൂടി ഒക്കെ നമ്മൾ ചർച്ച ചെയ്യണോ? ഇനി ഇതൊക്കെ തെറ്റാണോ? ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യത്തെ താഴെ ഇറക്കിയ ജനാധിപത്യ മലയാളിയല്ല, അയ്യോ അല്ല എന്തിനാ ഈ അരുൺകുമാർ എന്തിനാ എൻ്റെ അവസരത്തിൽ അസ്വസ്ഥമാകുന്നത്? നിങ്ങൾ പറഞ്ഞോ, ഞാൻ കേട്ടിരിക്കും. എന്തിനാണ് ഈ ചൊറിച്ചില്? ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രചരണത്തിന്റെ കരുത്തറിയാവുന്നവർ
ഇന്ന് സാർ വെറും 3 ഒതുങ്ങിയിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന യോഗത്തുനിന്ന് ആളുകൾ ഇറങ്ങി വന്ന് ഞങ്ങളുടെ കൂടെ കൂട്ടുന്നുവെങ്കിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. രാഷ്ട്രീയം ചർച്ച ചെയ്തെടുത്തു നിന്നാണ് ഇറങ്ങിപ്പോക്ക് നടക്കുന്നത്. അവർ ചേക്കേറുന്നത് ഇന്ന് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് രാഷ്ട്രീയമൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം, രാഷ്ട്രീയമായി സംവാദങ്ങൾ ഉണ്ടാകാം. ഈ കാര്യത്തിൽ അഭിലാഷ ഞാൻ പറയുന്നത്, കോടതിയുടെ മുമ്പാകെയുള്ള വിഷയത്തിൽ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ നടപ്പിലാക്കാനുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ ബാധ്യത നിറവേറ്റുമ്പോൾ നമുക്ക് അസ്വസ്ഥരായിട്ട് കാര്യമില്ല. നിങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങ്, പറയൂ. അവർ നിങ്ങളെ തെരഞ്ഞെടുക്കുന്നോ, നമുക്കത് സ്വീകരിക്കാം അഭിലാഷേ. ശരി, ഇത് കോടതിയുടെ ഉത്തരവ് എന്നുള്ളതാണ്. ഇപ്പോൾ ബാബറി മസ്ജിദ് വിധിയെക്കുറിച്ച് താങ്കളും അതിനു മുമ്പ് അരുൺകുമാറും പരാമർശിച്ചതുകൊണ്ട് അതിന്റെ വസ്തുത കൂടി പറഞ്ഞു പോവാം. ആ വിധിയിലെ ബാബറി മസ്ജിദ് വിധിയിൽ, അതായത് ക്ഷേത്രം പണിയാനുള്ള അനുമതി കൊടുത്തുകൊണ്ടുള്ള വിധിയിൽ പറഞ്ഞിട്ടുള്ള ഒരു വളരെ സുപ്രധാനമായ കാര്യം, ദ മുസ്ലിം കമ്മ്യൂണിറ്റി വാസ് റോങ്ഫുള്ളി ഡിപ്രൈവ്ഡ് ഓഫ് ദെയർ 450-year-old മോസ്ക് എന്നുള്ളത് കൂടിയായിരുന്നു. മുസ്ലിങ്ങളുടെ 450 വർഷം പഴക്കമുള്ള ഒരു മോസ്കിനെ റോങ്ഫുള്ളി, തെറ്റായ നിലയിൽ അവരിൽ നിന്ന് ഡിപ്രൈവ് ചെയ്തു എന്ന ഒരു വാചകമുണ്ട്. എടുത്ത് ഉദ്ധരിച്ചത് തെറ്റിദ്ധരിപ്പിക്കരുത്. ഇല്ല, അല്ല, ഇവിടെ അരുൺകുമാർ പറഞ്ഞ കോടതി വിധിയിലുള്ള വാചകം ഏത് വാചകവും വായിക്കാം. കോടതി വിധിയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. കോടതി വിധി അത് മാത്രമാണെന്നല്ലോ കോടതി വിധി അത് മാത്രമാണ് എന്നല്ലല്ലോ പറഞ്ഞത്. ഒപ്പം ഇവിടെ അരുൺകുമാർ സൂചിപ്പിച്ച ആ ചരിത്ര സന്ദർഭങ്ങളല്ല പൂർണ്ണമായും. കോടതി സീരിയസ് വയലേഷൻ ഓഫ് ലോ ആയി പറഞ്ഞ 3 സന്ദർഭങ്ങൾ. അഭിലാഷ്, ഞാൻ നിങ്ങളുടെ ഫോണിലേക്ക് ഒറ്റ മിനിറ്റ് ഒരു കാര്യം അഭിലാഷ്, ഞാൻ നിങ്ങളുടെ ഫോണിലേക്ക് ഞാൻ ഈ പറഞ്ഞതിന്റെ സപ്പോർട്ട് എവിഡൻസ് മുഴുവൻ അയച്ചിട്ടുണ്ട്. 2 ട്വീറ്റ് അല്ലേ ഉത്തർപ്രദേശിലെ പോലീസ് ഇൻസ്പെക്ടറുടെ ക്ലെയിം അല്ലേ ഞാൻ കണ്ടു. ഞാനിപ്പോ ഈ ബാബറി വിധിയിലെ 3 സീരിയസ് വയലേഷൻ എന്ന് കോടതി പറഞ്ഞിട്ടുള്ള മോസ്കിനെ കുറിച്ച് പറഞ്ഞ 3 സീരിയസ് വയലേഷൻ. ഒന്ന് 1943 the court held that damage suffered by the mosque in 1934, the desecration in 1949 and the eventual destruction of ബാബറി മസ്ജിദ് ഓൺ December 6, 1992. ഈ 3 കാര്യങ്ങളാണ് സീരിയസ് വയലേഷൻസ് ആയി ഈ കാര്യത്തിൽ കോടതി പറഞ്ഞിട്ടുള്ളത്. താങ്കൾ വാട്സാപ്പിൽ അയച്ച കാര്യങ്ങൾ എനിക്ക് കിട്ടി. അത് ഉത്തർപ്രദേശ് പോലീസിന്റെ ക്ലെയിം, അതായത് അവിടെ വേറെ കാർട്രിഡ്ജ് കണ്ടു എന്നുള്ളതായിരുന്നു. എന്തായാലും നമുക്ക് ഈ മരിച്ച 5 പേരുടെയും ശരീരത്തിൽ ഉണ്ടായിരുന്നത് ഏത് കാർട്രിഡ്ജ് ആണ് എന്നതിനെ സംബന്ധിച്ച ഒരു വസ്തുതാന്വേഷണ സംഘത്തെ അങ്ങോട്ട് അയക്കുന്നേ എന്ന് മൂടി വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ തെളിയിക്കാനോ. ഉത്തർപ്രദേശ് പോലീസിനെ കുറിച്ച് സീരിയസ് ആയ അലിഗേഷൻ ഉണ്ട്. ഉത്തർപ്രദേശ് പോലീസിന് അത് ക്ലെയിം, ഈ പറഞ്ഞ ക്ലെയിംസ് തെളിയിക്കാന്നേ വരട്ടെ. അവിടെ പ്രതിപക്ഷ നേതാവിനെ പോലും കടത്തുന്നില്ലല്ലോ, പിന്നെയല്ലേ ബാക്കിയുള്ള ആളുകളെ. നമുക്കത് നോക്കാം. പോലീസ് വെടിവെച്ചു എന്ന് പറഞ്ഞതാണ് ഞാൻ എന്നെ പ്രകോപിപ്പിച്ചത്. അതെ, ആയിക്കോട്ടെ. പോലീസ് അല്ല വെടിവെച്ചത് എങ്കിൽ പോലീസിന് അത് തെളിയിക്കാം. പക്ഷെ അത് ആളുകൾക്ക് ബോധ്യമാവുന്ന വിധത്തിൽ വേണം. ആളുകൾക്ക് ബോധ്യമാവുന്ന വിധത്തിൽ വേണം. ഇന്നലെ ഉത്തർപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രിയായ അഖിലേഷ് യാദവ് പാർലമെന്റിൽ പ്രസംഗിച്ചത് പോലീസ് വെടിവെച്ചതിനെ കുറിച്ചും അതിന്റെ കാര്യങ്ങളെ കുറിച്ചുമാണ്. അതല്ല വസ്തുതയെങ്കിൽ, ഉത്തർപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന അഖിലേഷ് യാദവ് പറയുന്നതല്ല വസ്തുതയെങ്കിൽ UP പോലീസിന് തെളിയിക്കാം. അത് ഈ നാട്ടിലെ മനുഷ്യർക്ക് ബോധ്യമാവുന്ന വിധത്തിൽ തെളിയിക്കാൻ ആ ഏജൻസിക്ക് കഴിയട്ടെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ.